നമസ്കാരം. അഫാന് ഇനിയും ഒരു കൂസലുമില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ കുഴഞ്ഞു വീണത് നാടകമെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. തെളിവെടുപ്പ് നീട്ടിവെക്കാൻ അഫാൻ കുഴഞ്ഞു വീണതാണെന്നാണ് പ്രധാന സംശയം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി അഫാനെ ജയിലിലേക്ക് മടക്കി അയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അഫാന്റെ മാനസിക നില വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് DMOയ്ക്ക് ഉടൻ കത്ത് നൽകും. ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ ഇക്കാര്യം കോടതിയിൽ അറിയിച്ച് അഫാനെ വീണ്ടും പുറത്തിറക്കാനാണ് പോലീസ് നീക്കം. അഫാൻ പാങ്ങോട് സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും പറയുകയായിരുന്നു. തുടർന്ന് അഫാന്റെ ഇഷ്ടഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻകറി തന്നെ ആവശ്യപ്പെട്ടു. 4 മണിക്ക് ചായം വേണമെന്ന് പറഞ്ഞു. അഫാൻ പലപ്പോഴും ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് ചോദിക്കുന്നതെല്ലാം ഇങ്ങനെ കൊടുക്കുന്നത്. രാത്രി കിടക്കുന്നതിന് വേണ്ടി പേപ്പറുകൾ നൽകിയിരുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസത്തെ പത്രവും ഉണ്ടായിരുന്നു. ലഭിച്ച പത്രം മുഴുവൻ അഫാൻ വായിച്ചു തീർത്തു. തുടർന്ന് പത്രം പോലീസിന് തിരികെ നൽകി. തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സെല്ലിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ച് നൽകുകയും ചെയ്തു. 24 മണിക്കൂറും അഫാനെ നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നും കൊണ്ടു നടക്കാൻ എളുപ്പത്തിനാണ് ചുറ്റിക വാങ്ങിയതെന്നുമാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ചുറ്റികയാകുമ്പോൾ എവിടെയും കൊണ്ടുപോകാമെന്നും ആർക്കും സംശയം തോന്നില്ലെന്നും അഫാൻ ചോദ്യം ചെയ്യലിനിടെ പോലീസിനോട് പറഞ്ഞു. ശക്തിയായി അടിച്ചാൽ ആൾ മരിക്കുമെന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നായിരുന്നു പ്രതി ഇതിന് മൊഴി നൽകിയത്. പലപ്പോഴും കുറ്റബോധമോ ഭാവവ്യത്യാസമോ ഇല്ലാതെയാണ് അഫാൻ പോലീസിനോട് പെരുമാറിയത്. വെള്ളിയാഴ്ച ഊണ് കഴിക്കുമ്പോൾ മീൻകറിയില്ലേ എന്ന് പോലീസിനോട് ചോദിച്ചു. അതേസമയം പറയുന്ന പല കാര്യങ്ങളും പരസ്പര വിരുദ്ധവുമാണ്. സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് അഫാനും പിതാവും മാതാവ് ഷെമിയും പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് കൂടുതൽ തെളിവ് ശേഖരിക്കും. വെള്ളിയാഴ്ച രാവിലെ 6:30 ലോക്കപ്പിനുള്ളിലെ ശുചിമുറിയിൽ പോകുമ്പോൾ അഫാൻ കുഴഞ്ഞു വീണത്. ലോക്കപ്പിൽ നിന്ന് 3 അടിയോളം ഉയരമുള്ളതാണ് ശുചിമുറി. ഇതിനു മുകളിൽ കയറി അഫാൻ പെട്ടെന്ന് താഴെ വീഴുകയായിരുന്നു. ഉടൻ കല്ലറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലെന്നും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണെന്ന് പോലീസ് പറഞ്ഞു. സ്റ്റേഷനിലെ ശുചിമുറി ഉപയോഗിക്കാൻ പ്രയാസമാണെന്നാണ് അഫാൻ ഡോക്ടർമാരോട് പറഞ്ഞത്. തലകറക്കത്തിനുള്ള ഗുളികയും ORS ലൈനയും മാത്രമാണ് അഫാന് നൽകിയത്. കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല. ഇവരുടെ കൈവശം 2 സ്വർണ്ണമാലയുണ്ടായിരുന്നെന്നും പിന്നീട് ഒന്ന് കാണാതായെന്നും അഫാൻ പറഞ്ഞു. ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തെന്ന് മനസ്സിലാക്കിയതോടെ വൈരാഗ്യം തോന്നിയെന്നാണ് അഫാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മാതാവ് ഷെമിയെയാണ് ആദ്യം ആക്രമിച്ചതെന്നും ഇവർ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ ആക്രമിച്ചതെന്നും അഫാൻ നേരത്തെ മൊഴി നൽകിയിരുന്നു. കൊലപ്പെടുത്തുന്ന രീതിയും മറ്റും ഇന്റർനെറ്റിൽ തിരഞ്ഞിട്ടില്ലെന്ന് മൊബൈൽ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം അഫാനുമായുള്ള തെളിവെടുപ്പ് ഇന്ന് തുടരുമെന്നും ചില വിവരങ്ങളുണ്ട്. മുത്തശ്ശി സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. സൽമ ബീവിയുടെ മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിയ വാങ്ങിയ കടയിലുമാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കുകയെന്നാണ് വിവരം. ഈ തെളിവെടുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു അഫാൻ ഇന്നലെ തലകറങ്ങൽ നാടകം നടത്തി നോക്കിയത്. എങ്കിലും ഇത് പരാജയപ്പെട്ടു. അതിനാൽ ഇന്നലെയും ഇന്നുമായി തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. പാങ്ങോട് സൽമ ബീവിയുടെ വീട്ടിലും അഫാന്റെ വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിലും എത്തിച്ചായിരുന്നു പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതകം നടന്ന് ഫെബ്രുവരി 24 ശേഷം ആദ്യമായാണ് അഫാനെ ക്രൂരകൃത്യങ്ങൾ നടന്ന വീട്ടിൽ എത്തിച്ചത്.